ഞാൻ വന്നിരിക്കുന്നത് ഗാഥയോട് നല്ലൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? പെൺകുട്ടികളോട് പറയാനുള്ള ഏറ്റവും നല്ല കാര്യം അവരുടെ കല്യാണ കാര്യമല്ലേ. നമ്മള് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട പയ്യനില്ലേ ആനന്ദ്, ഇവിടെ വന്ന് വിവാഹാലോചന നടത്തിയത് ഞാൻ അറിഞ്ഞു. നമുക്ക് അതങ്ങ് നടത്തിയാലോ? എന്ത്? മോളിക്കുട്ടി, നമ്മള് കുറച്ചു മുമ്പ് അമ്പലത്തിൽ വെച്ചൊരു പയ്യനെ കണ്ടില്ലേ? അവന്റെ കുടുംബക്കാരെ ഇപ്പൊ അവരിവിടെ വന്നിരുന്നു. അവന് ഗാഥയെ ഇഷ്ടപ്പെട്ടെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. ആഹാ, അത് ശരി. ഇതിനിടയില് അങ്ങനെയൊക്കെ സംഭവിച്ചോ? എന്നിട്ട് ശ്രീനിവാസ് സാർ കരുതുന്നത് കൃഷ്ണമോള കൂടെ ഉള്ളതെന്നല്ലേ. സാർ അവർക്ക് വാക്കു കൊടുത്തു. ഗാഥയോട് പറഞ്ഞപ്പോ ഗാഥ സമ്മതിച്ചില്ലേ. അവസാനം സാർ എന്നെ ഏൽപ്പിച്ചിരിക്കെ. സാർ പോയിട്ട് വരുമ്പോഴേക്കും ഗാഥമോളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. അല്ല തങ്കം, ഏതായി കക്ഷി? അത് ശ്രീനിവാസ് സാറിന്റെ ഒരു കൂട്ടുകാരന്റെ മകനെ. അവര് പണ്ടെപ്പോഴോ അങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് പോലും. ഇതിപ്പോ കേട്ടിട്ട് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത്? ഗാഥമോളുടെ വിവാഹം നടത്തുന്ന കാര്യോ? അതെ തങ്കം, മനസ്സ് ശാന്തമാക്കി ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രീനിവാസൻ സാറിന്റെ കൂടെയുള്ളത് ഗാഥയാ. ഗാഥയ്ക്ക് ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നവീനും കൃഷ്ണമോൾക്കും ഒന്നിച്ച് ജീവിച്ചൂടെ? ആ ദുബായ് മാമ, അത് ശരിയാണല്ലോ. പക്ഷേ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച മതിയോ മോളെ? സമ്മതിക്കേണ്ടത് ഗാഥയല്ലേ. എങ്ങനെങ്കിലും ഗാഥയെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം. ഗാഥ ശ്രീനിവാസ സാറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ കല്യാണം നടക്കണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നവീന്റെ ഭാര്യ കൃഷ്ണ തന്നെ. ശരിക്കു പറഞ്ഞ ആക്സിഡന്റ് നടന്ന് ഗാഥ ഇവിടെ എത്തിയത് പോലും അതിനായിരിക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തങ്കം, ഒരു കാര്യം ചെയ്, ഫോൺ വെച്ചു. ഞാനേ മോളിക്കുട്ടി അങ്ങോട്ട് അയക്കാം. മോളിക്കുട്ടി വന്നിട്ട് എല്ലാം വിശദമായിട്ട് പറയും. സാറ് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ. മോളിക്കുട്ടി, നീ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ഗാഥയെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കണം. ആ ബെസ്റ്റ്. എന്നെ കാണുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമല്ല. പിന്നല്ലേ ഞാൻ പറഞ്ഞ അവള് സമ്മതിക്കാൻ പോന്നെ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പോ ഗാഥ ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടത് നമ്മുടെ ആവശ്യ, നമ്മുടെ കൃഷ്ണമോളുടെ ആവശ്യ. കൃഷ്ണമോളുടെ നന്മയെ കരുതി എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിന് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ. കൃഷ്ണയ്ക്കൊരു നല്ല കാര്യം വരുന്നതില് എനിക്ക് സന്തോഷേ ഉള്ളൂ. പക്ഷെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞാലേ. സമ്മതിച്ചില്ലെങ്കിലേ അടിച്ചു കൂട്ടി കൊട്ടയിലാക്കിയിട്ടെങ്കിലും ചെയ്യിച്ചിരിക്കണം. അതെ നിന്റെ മിടുക്ക. ആ ദേ ദുബായ് മാമ, സംഗതി ഓരോന്ന് പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ചിട്ടേ അവസാനം ഞാനവളെ എന്തെങ്കിലും ചെയ്തു പോയാലേ എല്ലാരും കൂടെ നോക്കിക്കോണം. അതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം മോളെ. ഇതിലും നല്ലൊരു ചാൻസ് കൃഷ്ണയും നവീനെ ഒരുമിപ്പിക്കാൻ നമുക്ക് കിട്ടാനില്ല. നീ ചെല്ല്. നോക്കട്ടെ, എങ്ങനെയെങ്കിലും ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ശരി, ചെല്ല്. ഇത് മുഴുവൻ എനിക്കാണോ? അല്ലാതെ പിന്നെ. എടുക്കുമ്പോ തന്നെ ഞാൻ ചോദിച്ചല്ലേ ഇതൊക്കെ ആർക്കാന്ന്. അപ്പൊ എന്താ എന്നോട് പറഞ്ഞേ? ഓഫീസിനുള്ള സ്റ്റാഫിന് കൂടിയാണെന്ന്. അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കൂടി വന്ന ഒരെണ്ണം എടുക്കും, നിർബന്ധിച്ച രണ്ടെണ്ണം, അതിൽ കൂടുതൽ എടുക്കുമായിരുന്നോ? അതില്ല. പക്ഷെ എനിക്കിന്ന് എത്ര വാങ്ങി തന്നാലും മതിയാവില്ലായിരുന്നു. അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഓ, ബിസിനസ്സിലാ? ആ, ബിസിനസ്സിൽ തന്നെ. പക്ഷേ നടന്നത് എന്റെ മെടുക്കൊണ്ടല്ല, ഗാഥയുടെ കഴിവുകൊണ്ടാ. അതിന് ഞാൻ ബിസിനസ്സിൽ എന്ത് ചെയ്തു? അന്നൊരു ദിവസം ആ ഓർഫനേജില് പുതിയൊരു ബിൽഡിങ്ങിന്റെ പണിക്ക് താനൊരു പ്ലാൻ വരച്ചില്ലേ, അത് അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞാലേ അത് ചെറിയ സ്ഥലത്ത് നിന്നൊന്നുമല്ല, അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നാ. ഓ, ആണോ? അതെ. പിന്നെ കൊള്ളാവുന്ന ഒരുപാട് ഓഫറുകളുണ്ട്. അവരിനി നിർമ്മിക്കുന്ന മിക്ക കെട്ടിടങ്ങളുടെയും കോൺട്രാക്റ്റ് ഇനി മുതൽ
നമ്മുടെ കമ്പനിക്കായിരിക്കും. പക്ഷേ അതിനവരൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. എന്താ അത്? ആ ഡിസൈൻ വരച്ച ആളെ കൂടെ തന്നെ പിടിച്ചോണം, കൈവിട്ട് കളയരുത്. അതാ ഡിമാൻഡ്. ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. എടോ കാര്യമായിട്ടാ, തന്നെ ചേർത്ത് പിടിക്കേണ്ട കാര്യമായതുകൊണ്ടാ ഞാൻ ഓക്കെ പറഞ്ഞത്. പ്രൊജക്റ്റുകൾ ഏറ്റെടുത്താൽ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യുന്ന പോലെ മറ്റുള്ള കുറെ ആളുകൾക്ക് അവരുടെ ജീവിതം ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അത് നല്ലതല്ലേ? നല്ലതാ. പിന്നെ തനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൂടി വാങ്ങിത്തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അത് യൂഷ്വലായിട്ട് പറയുന്ന മറുപടിയാണ്. എന്തെങ്കിലും ഒരു കാര്യം താൻ ഇഷ്ടപ്പെട്ട് പറയുകയും അത് സാധിച്ചു തരാൻ എനിക്ക് കഴിയുകയും ചെയ്താൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഷോ, ഞാൻ ശരിക്കും പറഞ്ഞതാ. എനിക്കിതേ ഇതൊക്കെ തന്നെ മതി. പറ്റില്ല. വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു സമ്മാനം തനിക്ക് വാങ്ങിച്ചു തന്നേ പറ്റൂ. എങ്കിൽ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? നമുക്കൊരു പാദസരം വാങ്ങിച്ചാലോ? അയ്യോ, അതൊന്നും വേണ്ട നവീൻ. ഞാൻ പറയുന്നത് കേക്ക്. ഈ കാര്യത്തിൽ താൻ നോ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വാങ്ങിക്കും. നമ്മൾ നേരെ ഒരു ജ്വല്ലറിലേക്ക് പോകുന്നു, പാദസരം വാങ്ങുന്നു, അതിൽ മാറ്റമില്ല. ആ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പാദസരം വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോ, പക്ഷേ എനിക്ക് വെള്ളിക്കൊലുസ് മതി. ശേ, വെള്ളിയോ? ഒന്നുകിൽ സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട്, അതിലേതാ വേണ്ടെന്ന് പറ. വാങ്ങിത്തരുന്ന പാദസരം എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ, ഞാനത് ഇട്ട് നടക്കണമെങ്കിൽ വെള്ളിക്കൊലുസ് മാത്രം മതി. ഏതെങ്കിലും വിധത്തിൽ എന്നെ തോൽപ്പിക്കാതെ സമാധാനം കിട്ടില്ല അല്ലേ? ഓക്കെ, താൻ പറഞ്ഞ ആഗ്രഹമല്ലേ? നമുക്ക് അടുത്ത ജ്വല്ലറി പിടിക്കാം. താൻ വന്ന് വണ്ടി കയറാം. ആ, പിന്നെ ഈ സമ്മാന പരിപാടിയൊക്കെ ഇതോടെ നിർത്തിക്കോണം. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ ഇനി അടുത്തതെന്ന് എന്നോട് പറയരുത്. ഇല്ല, ഇനി അടുത്ത പ്രൊജക്റ്റിനെ പറയുള്ളൂ. അത് അധികം വൈകത്തില്ല, ഞാൻ നോക്കുന്നുണ്ട്. കേറ്. ഗാഥ, സുഖാണോ? അയ്യോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. അതെ, ഇപ്പൊ എന്നോട് ഉടക്കാൻ നിക്കണ്ട. ഞാൻ വന്നിരിക്കുന്നത് ഗാഥയോട് നല്ലൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? പെൺകുട്ടികളോട് പറയാനുള്ള ഏറ്റവും നല്ല കാര്യം അവരുടെ കല്യാണക്കാര്യമല്ലേ. നമ്മള് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട പയ്യനില്ലേ ആനന്ദ്, ഇവിടെ വന്ന് വിവാഹാലോചന നടത്തിയത് ഞാൻ അറിഞ്ഞു. നമുക്ക് അതങ്ങ് നടത്തിയാലോ? എന്ത്? അല്ല, അനിയൻ സാറിനും നല്ലോണം അറിയുന്ന കുടുംബം. ആളും സ്മാർട്ടാണ്, കാനഡക്കാരൻ, ബിസിനസ്സുകാരൻ. സിതാര മാഡത്തിനോട് പറഞ്ഞാലും എതിർപ്പൊന്നും ഉണ്ടാവില്ല.